എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ രാവിലത്തെ തിരക്കുകളൊക്കെ ഓരോന്നായി കഴിഞ്ഞു വരികയാണ്. കുറച്ച് തുണികൾ കഴുകിയിടാനുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ എന്താ പെട്ടെന്ന് കഴുകിയിട്ടിട്ടുണ്ട്. ജോലിക്കൊക്കെ പോകുന്ന ചേച്ചിമാർക്കുള്ളൊരു ടിപ്സാണ്. നിങ്ങൾ തലേദിവസം ഷാമ്പുവിലോ അതുപോലെ തന്നെ സർഫിലോ ലൈറ്റ് ചൂടുവെള്ളത്തിൽ തുണികൾ കുതിർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തുണികൾ കഴുകിയെടുക്കാൻ എളുപ്പമുണ്ടാവും. ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ പെട്ടെന്നൊക്കെ പണികളൊക്കെ ഒരുക്കി ഓടാനുള്ള തിരക്കിലായിരിക്കില്ല. ആ സമയത്ത് ചെയ്യാൻ പറ്റിയ ചെറിയൊരു ടിപ്സാണ്. നമുക്ക് രാവിലെ ഒരു 10 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല കേട്ടോ, അങ്ങനെ ചൂടാണ്. ഒന്നാമത് കട്ടയായതുകൊണ്ടാണെന്നറിയില്ല, ഇൻ്റർലോക്കാണല്ലോ, ഇൻ്റർലോക്കിൻ്റെ ആണോ അതോ മരങ്ങൾ കുറവായെന്നുണ്ടെന്നറിയില്ല, ഭയങ്കര ചൂടാണ്. അകത്താണെങ്കിൽ കുറച്ച് തണുപ്പുണ്ടാവും കേട്ടോ. നമ്മൾ ഇവിടേക്ക് ഇങ്ങനെ പോയ സമയത്തൊക്കെ തിരിച്ച് വീട്ടിലോട്ട് വരുന്ന സമയത്തുണ്ടല്ലോ, ആ ഡോറ് തുറക്കുന്ന സമയത്ത് തന്നെ അകത്ത് കയറി കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കുമേ. അതെന്തുകൊണ്ടാണെന്നറിയില്ലേ, പണ്ട് തൊട്ടേ അങ്ങനെ നമ്മൾ വീട്ടിൻ്റെ അകത്ത് കുറച്ച് തണുപ്പാണ്. ഞങ്ങൾ മെഷീനിലിടൽ വളരെ കുറവാണ് കേട്ടോ. മെഷീനിലിടുന്ന സമയത്ത് മക്കളുടെ ഡ്രസ്സൊക്കെ നന്നായിട്ട് മുഷിഞ്ഞിട്ടുണ്ടാവുമല്ലോ, അതൊന്നും വൃത്തിയാവാത്തതുകൊണ്ട് ഞങ്ങൾ കൂടുതലും കല്ലുമ്മലിട്ട് അലക്കാറ് തന്നെയാണ് പതിവ്. അങ്ങനെ നമ്മുടെ ഇത് തുണി വിരിച്ചിടൽ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സമയം 9 മണി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇനി ബ്രഷ് ചെയ്തിട്ട് ആകെ അടുത്ത പരിപാടികളൊക്കെ എന്ന് വിചാരിക്കുന്നുണ്ട്. ചായ കുടിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്താണ് കേട്ടോ കച്ചു ആൻലിക്കുട്ടി അധികം എഴുന്നേക്കുന്നുണ്ടാവുക. ഇങ്ങനെ ബ്രഷും വയലിട്ടുകൊണ്ട് ഓരോ പണികൾ തീർക്കുന്ന ആരൊക്കെയുണ്ട്. ഞാനും അമ്മ ഇങ്ങനെയാണ് കേട്ടോ. ബ്രഷ് ചെയ്യുന്ന സമയത്തായിരിക്കും ഓരോരോ പരിപാടികൾ കാണുന്നുണ്ടാവുക, അതിൻ്റെ ഇടയിൽ അതും കൂടി ചെയ്ത് തീർക്കുവേ. ഇപ്പം മരങ്ങൾ ഇലകൾ കൊഴിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ നമ്മുടെ ബാക്കിലത്തെ മുറ്റം 2 നേരം അടിച്ചാലും ഇതുപോലെ തന്നെ കിടക്കുവേ. നമ്മുടെ ബാക്കിലത്തെ വശത്ത് വലിയ വലിയ മരങ്ങളാണ് ഉള്ളത്. പക്ഷെ നമ്മുടെ വീടിൻ്റെ മുൻഭാഗത്തിനേക്കാളും കൂടുതലും കാറ്റുള്ളതും ബാക്ക് വശത്തിരിക്കുന്ന സമയത്താണ്. ഫേസ് വാഷ് കാലിയായപ്പോൾ ഞാൻ എന്താ ഫേസ് വാഷും അതുപോലെ തന്നെ ക്ലെൻസറും ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. ഫേസ് വാഷ് ഞാനിത് ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊന്നും ഞാൻ നോക്കാതാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ എനിക്കിത് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഞാൻ ഒരു 1 വീക്ക് ആയിട്ടുണ്ട്. നല്ല കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെയായിട്ടും. എൻ്റെ സ്കിന്ന് നല്ല ഓയിലി ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം രാവിലെ ഞാൻ എന്തായാലും ക്ലെൻസ് ചെയ്യാറുണ്ട് ഫേസ് നന്നായിട്ട്. ഓയിലി സ്കിന്ന് വേറെ മുഖത്ത് അധികം ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്, ചെറിയ ചെറിയ കുരുക്കളെ. അതുകൊണ്ട് തന്നെ എനിക്കിത് ഉപയോഗിച്ചതിന് ശേഷം അത് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഹെയർ കട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ള 2 ഡമ്മിയാണ് ഇത്. ചില സമയത്ത് പ്രാക്ടീസ് ചെയ്യാറുണ്ട്, ചില സമയത്ത് തിരക്കുകൊണ്ട് കയ്യാറുമില്ലേ. ചൂടായതുകൊണ്ട് നല്ല രീതിക്ക് മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. ഞാനൊരു ഹെയർ സ്പാ ഒക്കെ ചെയ്തപ്പോൾ മുടി കൊഴിച്ചിൽ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഹെലിയും കച്ചു ഇന്നെന്താണെന്ന് അറിയില്ല കേട്ടോ, നല്ല ഉറക്കമാണ്. അതുകൊണ്ട് ഇത് എൻ്റെ ഓരോ പണികൾ ഞാൻ തീർക്കുന്നുണ്ട്. ഓരോ സമയത്ത് അവർ നേരത്തെ എഴുന്നേൽക്കുന്ന സമയത്തുണ്ടല്ലോ, മുടിയിലൊക്കെ ഇട്ട് കഴിക്കാൻ പോലും എനിക്ക് സമയം ഉണ്ടാവില്ലേ. ആൻലിക്കുട്ടിക്ക് ക്ലാസ്സുള്ള സമയത്ത് ഞാനും ആൻലി വീട്ടിൽ നിന്ന് രാവിലെ പോവാറുണ്ട്. ആൻലിനെ ഞാൻ രാവിലെ ഒരു 7:15 ആൻലിനെ വിളിച്ച് എഴുന്നേൽപ്പിക്കാറുണ്ട് കേട്ടോ. ആ ക്ഷീണമൊക്കെ ആൻലിക്കുട്ടി ഇതാ വെക്കേഷൻ ടൈമിൽ ഉറങ്ങി തീർക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ആൻലി ലേറ്റ് ആയിട്ടാണ് എഴുന്നേൽക്കാറ്. അകത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കിച്ചണിലെ ക്ലീനിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് ചെയ്യാമെന്ന് കരുതി. ഇന്ന് പിന്നെ വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു ദിവസം ആയതുകൊണ്ട് തന്നെ അമ്മ വീട്ടിലില്ലാത്തൊരു ദിവസം കൂടിയാണ്. അതുകൊണ്ട് ഞാൻ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്ത് മെല്ലെ മെല്ലെ തീർക്കാമെന്ന് വെച്ചു കേട്ടോ. ആദ്യം തന്നെ ഞാൻ എന്താ ഗ്യാസ് സ്റ്റൗവാണ് ക്ലീൻ ചെയ്യുന്നത്. നമ്മൾ കിച്ചണിലെ പണികൾ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഒരുപാട് പാത്രങ്ങൾ വലിച്ചിടാണ്ടിരിക്കണം കേട്ടോ. വലിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് പണികളൊന്നും പെട്ടെന്നൊന്നും കഴിയാതെ പോലെ ഉണ്ടാവും. അതുപോലെ തന്നെ പാത്രങ്ങൾ കഴുകിയാൽ തീരാതെ പോലെ ഉണ്ടാവും കേട്ടോ. ആവശ്യത്തിലുള്ള പാത്രങ്ങൾ മാത്രം എടുത്ത് ഉപയോഗിക്കുക, എന്നാൽ തന്നെ നമ്മൾ പണികൾ പെട്ടെന്ന് തന്നെ ഒരുങ്ങും. അങ്ങനത്തെ ഗ്യാസ് സ്റ്റവ് ഒന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു കോട്ടൺ തുണി നനച്ചതിന് ശേഷം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഞാൻ കിച്ചൺ കൗണ്ടർ ക്ലീൻ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ അഴുക്ക് പറ്റിയ പാത്രങ്ങൾ ആദ്യം എടുത്ത് സിങ്കിനകത്ത് കൊണ്ടുപോയി വെക്കുക. അതാകുമ്പോൾ നമുക്ക് തുടച്ചെടുക്കാനായിട്ട് എളുപ്പമുണ്ടാവും. കറിയും ചോറൊക്കെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു സൈഡിൽ അത് മാറ്റി വെക്കാം. ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു പാത്രങ്ങളും വെക്കാറില്ല കേട്ടോ, എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. ഞാനങ്ങനെ ഫ്രീ ആയിട്ട് വിടാറാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഷാമ്പു ഉപയോഗിച്ചിട്ടാണ് ഇത് തുടച്ചെടുക്കാറുള്ളത്. ചെറിയ ചെറിയ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് പോയിക്കോളും. അതുമാത്രമല്ല നമ്മൾ ഷാമ്പു ഉപയോഗിച്ച് കഴുകിക്കഴിഞ്ഞാൽ നല്ല എന്താ പറയുക നീറ്റായതുപോലെ ഉണ്ടാകും കേട്ടോ, അഴുക്കൊന്നും കാണാനേ ഉണ്ടാവില്ല.
നല്ല നീറ്റായിട്ടുള്ള കിച്ചണിൽ കയറി നമുക്ക് ജോലി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. എന്തെന്നില്ലാതൊരു പോസിറ്റീവ് എനർജിയും ആയിരിക്കും. ഇപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ആ സൈഡിൽ വെച്ചിട്ടുള്ള ലൈറ്റ് ഉണ്ടല്ലോ, ആ ലൈറ്റ് ഞാൻ 60 രൂപക്ക് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. അത് ഞാനൊരു ബോട്ടിലാക്കിയിട്ട് ആ സൈഡിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗിഫ്റ്റിൻ്റെ ഹാമ്പറൊക്കെ സെറ്റ് ചെയ്യുന്ന ബോക്സാണത്, അതും ഞാനൊരു സൈഡിലായിട്ട് വെച്ചേ. എൻ്റെ കിച്ചണിലെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതാ കച്ചു എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. രണ്ടുപേരും എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് ഇവരെ ബാക്കിൽ തന്നെ ആയിരിക്കും കേട്ടോ. ചായ കൊടുക്കലും ബ്രഷ് ചെയ്യിപ്പിക്കലും ഒക്കെ ആയിട്ട്. എന്തായാലും ഇന്നത്തെ പരിപാടികൾ ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. പരിപാടി എന്നുള്ളത് ആൻലിക്കുട്ടിക്കും കച്ചുനും ചായ കൊടുക്കലും പിന്നെ കുളിപ്പിക്കലും ഒക്കെയാണ്. കച്ചു ഇത് ഉറക്ക ക്ഷീണത്തിൽ നിന്ന് റെഡിയായി വരുന്നതേ ഉള്ളൂ. രാവിലെ കുടിക്കാനായിട്ട് ഞാൻ എന്താ ഹോർലിക്സാണ് ആൻലിക്കുട്ടിക്ക് ആക്കി കൊടുക്കുന്നത്. ആൻലിക്ക് പിന്നെ ചായ കുടിക്കാൻ തുടങ്ങി അവൾ നിർത്തില്ല, ചായ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എന്താ ഹോർലിക്സാണ് ഇന്ന് ഉണ്ടാക്കി കൊടുക്കുന്നത്. കച്ചിൻ്റെ ബേബിക്ക് പാപ്പി കൊടുത്താട്ടെ. ചായയോടെയൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ഇതാ വീട് ക്ലീൻ ആക്കാനായിട്ട് പോവാണ് കേട്ടോ. ഇനി ക്ലീനിങ്ങിൻ്റെ പരിപാടി ഉണ്ട്. കിച്ചണിലെ പരിപാടികൾ ഏകദേശം കഴിഞ്ഞുകൊണ്ട് കുറച്ച് സമാധാനമുണ്ട്. എനിക്ക് പാട്ട് കേട്ടിട്ട് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കച്ചുവിനാണെങ്കിൽ ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. കച്ചുവിൻ്റെ മുഖത്ത് ആ പാട്ട് കേൾക്കുമ്പോൾ സന്തോഷം കാണാനുണ്ട്. പാട്ട് കേട്ടിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ പണികൾ പെട്ടെന്ന് തീരുന്നവൻ എനിക്ക് തോന്നലുണ്ട്. അതുകൊണ്ട് ചില സമയത്ത് നമുക്ക് മൂടില്ലാത്ത സമയത്ത് ഈ പാട്ടും കേട്ടുകൊണ്ട് ക്ലീൻ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ പെട്ടെന്ന് പണികൾ തീരാനായിട്ട് സഹായിക്കുവേ. തനിച്ച് നിൽക്കുന്നവരും അതുപോലെ തന്നെ സംസാരിക്കാൻ ആരും ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ പാട്ടും കേട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ. എന്തായാലും ആ വിഷമം തീരും. എനിക്ക് തുണികൾ മടക്കി വെക്കാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് തന്നെ തുണികൾ കൂട്ടി വെച്ചിട്ട് ഇപ്പോൾ തുണികൾ ഒരുപാട് മടക്കാനുണ്ടായിരുന്നു ഇന്നലെ. അതുകൊണ്ട് മൊത്തം ഞാൻ മടക്കിയെടുത്ത് വെച്ചാണ് കേട്ടോ. ഇപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒരു റൂമിലാണ് കിടക്കാറ്. അതുകൊണ്ട് എപ്പോഴും രാവിലെ ഇപ്പോൾ ഉള്ളൊരു ഡ്യൂട്ടി എന്ന് വെച്ചാൽ ഈ ബെഡ് എടുത്തിടലാണേ. ക്ലീനിങ് വീഡിയോ ഞാൻ മൊത്തമായിട്ട് കാണിക്കുന്നില്ല കേട്ടോ. എല്ലാ വീഡിയോസിലും ഞാൻ ക്ലീനിങ് ഉൾപ്പെടുത്തുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് പിന്നെ ബോർ ആവണ്ടെന്ന് കരുതിയിട്ടാണ്. ആഴ്ചക്കൊരു ദിവസമാണ് ഞങ്ങൾ കട്ടിൻ്റെ അടിയും അതുപോലെ തന്നെ ഷെൽഫൊക്കെ തട്ടി അടിച്ച് വരുന്നത്. അല്ലാത്തപ്പോൾ ഞങ്ങളിത് ഇതുപോലെ സൈഡിൽ കൂട്ടിയിട്ടടിച്ച് വരലങ്ങ് അടിച്ച് വരും കേട്ടോ. അതേ നടക്കുള്ളൂ. ഇനിയിപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് 10 മിനിറ്റേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത് പണ്ടത്തിൻ്റെ പിന്നത്തെ ആദ്യം ആവുള്ളൂ. ആൻലിക്കുട്ടിയും കച്ചു ഇപ്പോൾ ഇതിലൂട്ടി ഒരു വരവ് വരും കേട്ടോ. ആ സമയത്ത് മൊത്തം അലങ്കോലായിട്ട് കിടക്കും. പിന്നെ മടിയില്ലാണ്ട് അങ്ങോട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. റിസൾട്ടൊന്നും നമ്മൾ കുറച്ച് നേരത്തേക്കേ ഉണ്ടാവും കേട്ടോ. അത് ഒരുപാട് നേരത്തേക്കുള്ള റിസൾട്ടൊന്നും ഉണ്ടാവില്ല എന്തായാലും. എൻ്റെ റൂം പിന്നെ എത്ര വൃത്തിയാക്കിയാലും അതൊരു യുദ്ധം കഴിഞ്ഞൊരു ഫീൽ തന്നെയാണ് കേട്ടോ. അത് മാറാനൊന്നും പോകുന്നില്ല. ഡെയിലി ഞാനത് വൃത്തിയാക്കും, അവരെ അലങ്കോലാക്കി ഇടും കേട്ടോ. അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നാളായിട്ട് ഞാൻ ഒരു സാധനം വാങ്ങിക്കാനായിട്ട് വിചാരിക്കുന്നുണ്ട്. ഈ ബാഗൊക്കെ ഹാങ് ചെയ്തിരുന്നുണ്ടല്ലോ, അത് വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇതുവരെയായിട്ട് നടന്നില്ല. ആൻലി ഇതാ പാട്ടൊക്കെ മാറ്റി ഇപ്പോൾ കഥയിലോട്ടേക്ക് നീങ്ങിയിട്ടുണ്ട്. എന്തോ ഒരു മുത്തശ്ശി കഥയോ അങ്ങനെ എന്തോ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കച്ചു ഇത് അത് കേട്ടിരിക്കുന്നുണ്ട്. കുറച്ച് നേരം കേട്ടിരിക്കും. പിന്നെ അതവൾക്ക് മടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവൾ ആദ്യം എൻ്റെ പിന്നാലെ നടക്കാൻ തുടങ്ങുവേ. ഞാൻ കിടക്കുന്ന ഈ റൂമിൽ ഭയങ്കര പൊടിയാണ് കേട്ടോ. എന്തെന്നില്ലാത്ത പൊടിയാണ്. ബെഡിൻ്റെ അകത്ത് നിന്ന് വരുന്ന പൊടിയാണെന്നാണ് തോന്നുന്നത്. ബെഡ് മാറ്റാനായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അതുകൊണ്ടാണ് ടവൽ കെട്ടിയിട്ടുള്ളത്. എൻ്റെ വീഡിയോസിലെല്ലാം കമൻറ്റ് വരാറുണ്ട് ടവൽ കെട്ടിയിട്ട് ക്ലീൻ ചെയ്യണമെന്ന്. ഞാൻ മെസ്സേജൊക്കെ കാണാറുമുണ്ട് കേട്ടോ. ആവത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എങ്ങനെയെങ്കിലും ക്ലീൻ ചെയ്തെടുക്കണം എന്നുള്ളൊരു മൈൻഡിലാണ് ഉണ്ടാവുക കേട്ടോ. പിന്നെ വീഡിയോസും കൂടി എടുക്കുന്നത് നോക്കണമല്ലോ. കച്ചുവിന് ഇടയ്ക്കൊരു സ്വഭാവമുണ്ട്. വീഡിയോസ് എടുക്കാനായിട്ട് ഞാൻ ഫോണും സ്റ്റാൻഡും ഏതെങ്കിലും ഒരു സൈഡിൽ വെച്ചിട്ടാണ് കേട്ടോ എടുക്കുക. അപ്പോൾ കച്ചുവിന് ഇടയ്ക്കൊരു സ്വഭാവമുണ്ട്. എൻ്റെ സ്റ്റാൻഡ് പിടിച്ചൊരു ഡാൻസ് കളി കേട്ടോ. ആ സമയത്ത് ഈ ഞാൻ ക്ലീൻ ചെയ്യുന്ന സമയത്തായാലും അവളത് എടുക്കുന്നുണ്ടോ എന്നുള്ള മൈൻഡിലാണ് എൻ്റെ ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ടാവുക. ക്ലീൻ ചെയ്യുന്ന സമയത്തും എൻ്റെ മൈൻഡ് അവിടെ തന്നെയാണ് ഉണ്ടാവുക. ആ സമയത്ത് വീഡിയോ എടുക്കുന്ന സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ഓർമ്മയുണ്ടാവും ടവൽ കെട്ടണം എന്നുള്ളതൊക്കെ. പിന്നെ അതങ്ങ് വിട്ടുപോകും. അപ്പോൾ ഞാനിതാ ഷാമ്പൂ ഞാൻ സ്പ്രേ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞത് ഇതുപോലെ ഒരു ബോട്ടിലാക്കി ഷാമ്പൂ സ്പ്രേ ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് ഒന്ന് തുടച്ച് കൊടുക്കുകയും ചെയ്യും കേട്ടോ. ഇത് തുടച്ച് കഴിഞ്ഞ് നല്ലൊരു സ്മെല്ലായിരിക്കും കിച്ചണിൽ കയറുന്ന സമയത്ത്.
അതുപോലെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി പുറത്താണ് കമഴ്ത്തി വെക്കാറ്. അതൊക്കെ കഴിഞ്ഞ് പാത്രങ്ങൾ കഴുകുന്ന ഏരിയയും ഇതുപോലെ തന്നെ സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാറുണ്ട്. പിന്നെ വരുന്നതാണ് ഒരു വേസ്റ്റ് ഇടുന്ന പാത്രം കേട്ടോ. വേസ്റ്റ് ഇടാനായിട്ട് ഞാൻ ചെറിയ പാത്രങ്ങളെ വെക്കാറുള്ളൂ കേട്ടോ. വലിയ പാത്രം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മളത് പിന്നെ നിറഞ്ഞിട്ട് കളയാന്ന് വെച്ചിട്ട് അത് അവിടെ തന്നെ കിടക്കും. ഞാൻ ചെറിയ പാത്രം വെക്കുന്നതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അപ്പോൾ കൊണ്ടുപോയി കളയും, അറിയാനായിട്ട് വെയിറ്റ് ചെയ്യില്ല. നമ്മളിത് പ്ലേറ്റ് വെക്കുന്നതും പാത്രം കഴുകുന്ന ഏരിയ ഞാനൊന്ന് സോപ്പിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാനായിട്ട് പോവാന്നേ. ആ കച്ചുകൊണ്ട് താഴെ വന്നിട്ട് അതിൻ്റെ റിയാക്ഷനാണ് കണ്ടത് കേട്ടോ, ആ ഒരു വൈബ്രേഷൻ. അവൾക്ക് എൻ്റെ ഫോണും സ്റ്റാൻഡും കണ്ടാൽ അത് പിടിച്ചൊരു ഡാൻസ് കളിക്കണം കേട്ടോ. അതവൾക്ക് എന്താണെന്നറിയില്ല, എപ്പോഴാണ് അത് താഴെ പോകുന്നതും അറിയില്ല കേട്ടോ. ഞാൻ എൻ്റെ മേശ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു വൈപ്പർ വെച്ചിട്ട് നന്നായിട്ട് വെള്ളം വലിച്ച് കളയുന്നുണ്ട്. ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആലിക്കുട്ടിയും കച്ചും കൂടി ചോറൊക്കെ കഴിച്ച് കിടന്നുറങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ കരുതി ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് മുട്ടയൊന്ന് ഉണ്ടാക്കാമെന്ന് കേട്ടോ. എനിക്ക് ചോറിന് ഒന്നൊക്കെ മീൻ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ വേണം, അല്ലെങ്കിൽ അങ്ങോട്ട് ഇറങ്ങില്ല കേട്ടോ. എനിക്ക് മാത്രമല്ല അമ്മക്കും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഞാനിന്ന് അമ്മ പച്ചക്കറിയാണ് ഉണ്ടാക്കിയത്. പച്ചക്കറിയും മീനും മുളകിട്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കരുതി ഇന്ന് സ്പെഷ്യലായിട്ട് മുട്ട ഉണ്ടാക്കാമെന്ന്. മുട്ട ഇരിപ്പുണ്ടായിരുന്നു. ആലിക്കുട്ടിയും കച്ചും ഉള്ളതുകൊണ്ട് മുട്ട എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. കിച്ചണിലെ ക്ലീനിങ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പാത്രങ്ങൾ അപ്പം കഴുകി വെക്കും കേട്ടോ. എന്തെടുത്താലും അപ്പം കഴുകി വെക്കും, അല്ലേ പിന്നെ അത് അവിടെ തന്നെ കിടക്കും കേട്ടോ. പിന്നെ പാത്രങ്ങൾ കൂടി വരുവേ ഉള്ളൂ. പാത്രങ്ങളൊക്കെ കഴുകി വെക്കുമ്പോഴേക്കും നമ്മുടെ മുട്ട ഇതിവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിയുമ്പോഴേക്കും ഉച്ചയായിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. അങ്ങനെ ഇന്ന് സ്പെഷ്യലായിട്ട് ഇതാ മുട്ട വറവും മീൻ മുളകിട്ടതും അതുപോലെ തന്നെ മുരിങ്ങാച്ചപ്പ് കറിയും മീൻ കറിയാണുള്ളത് കേട്ടോ. മുട്ടയുടെ പകുതി ഇത് അമ്മക്ക് മാറ്റി വെച്ചതാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയാറായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട, കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ കാണാറുണ്ട്. കമൻസ് കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഏതെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് ഞാൻ അടുത്ത വീഡിയോസിൽ തിരുത്താനും നോക്കാം. അപ്പോൾ പുതുതായിട്ടറിയാൻ നമ്മുടെ ചാനലിൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ, സീ യു.